കേരളത്തിന്റെ മണ്ണിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇന്ന് കാണുന്ന അത്യാധുനികമായ സ്കൂൾ കെട്ടിടങ്ങൾ, അത്യാധുനിക ഉപകരണങ്ങളുള്ള ആശുപത്രികൾ, മലയോര പാതകൾ, തീരദേശ ഹൈവേകൾ എന്നിവയെല്ലാം ഒരു പുതിയ കേരളത്തിന്റെ അടയാളങ്ങളാണ്. ഈ മാറ്റങ്ങൾക്കെല്ലാം പിന്നിൽ നിശബ്ദമായി പ്രവർത്തിക്കുന്ന ഒരു ചാലക ശക്തിയുണ്ട്. അതാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി. 1999 നവംബർ 11 കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നിയമത്തിന് കീഴിൽ രൂപീകൃതമായ ഈ സ്ഥാപനം അതിന്റെ 25ാം വാർഷികം പിന്നിട്ടിരിക്കുകയാണ്. ഒരു ധനസമാഹരണ ഏജൻസി എന്നതിനേക്കാൾ കേരളത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ ഘടനയെ അടിമുടി പരിഷ്കരിച്ച ഒരു നിർണായക സംവിധാനമായാണ് കിഫ്ബിയെ ഇന്ന് ലോകം നോക്കിക്കാണുന്നത്. കിഫ്ബിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിന് 2 ഘട്ടങ്ങളുണ്ടെന്ന് കാണാം. 1999 സ്ഥാപിതമായെങ്കിലും ആദ്യ 1.5 പതിറ്റാണ്ടോളം കാലം പരിമിതമായ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഈ ബോർഡ് കാഴ്ചവെച്ചിരുന്നത്. എന്നാൽ 2016 ഘടനാപരമായ മാറ്റമാണ് കിഫ്ബിയെ ഇന്നത്തെ നിലയിലേക്ക് വളർത്തിയത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന UDF ഭരണകാലത്തും കിഫ്ബിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു എന്നത് ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ്. പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാന്റെ നേതൃത്വത്തിൽ അന്ന് രൂപീകരിച്ച ആന്തരിക സമിതി വിപണിയിൽ നിന്ന് ഏകദേശം 25,000 കോടി രൂപ വരെ സമാഹരിക്കാമെന്ന് കണ്ടെത്തിയിരുന്നു. ടോൾ റോഡുകൾ, വ്യവസായ പാർക്കുകൾ തുടങ്ങിയ വാണിജ്യപരമായ ലാഭകരമായ പദ്ധതികൾക്ക് മാത്രം ധനസഹായം നൽകുക എന്നതായിരുന്നു അന്നത്തെ പ്രധാന കാഴ്ചപ്പാട്. ലാഭം ലഭിക്കുന്ന പദ്ധതികളിൽ മാത്രം നിക്ഷേപം നടത്തുക എന്ന സാധാരണ ബിസിനസ് തന്ത്രമായിരുന്നു അത്. എന്നാൽ 2016 പിണറായി വിജയൻ സർക്കാരും അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്കും അധികാരമേറ്റതോടെ കിഫ്ബിയുടെ ലക്ഷ്യങ്ങളിൽ വിപ്ലവകരമായ മാറ്റം സംഭവിച്ചു. കേവലം ലാഭം മാത്രം ലക്ഷ്യമിടാതെ ദീർഘകാലാടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന് ഗുണകരമാകുന്ന പൊതു അടിസ്ഥാന സൗകര്യ വികസനത്തിന് കിഫ്ബിയെ ഉപയോഗിക്കാൻ അവർ തീരുമാനിച്ചു. പണമില്ലാത്തതിന്റെ പേരിൽ കേരളത്തിന്റെ വികസനം മുരടിച്ചു പോകരുത് എന്ന ദൃഢനിശ്ചയമായിരുന്നു ഈ മാറ്റത്തിന് പിന്നിൽ. ബജറ്റിന് പുറത്തുള്ള ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ആയി കിഫ്ബിയെ മാറ്റിയതോടെ വിഭവ സമാഹരണത്തിന് പുതിയ വഴികൾ തുറന്നു. മോട്ടോർ വാഹന നികുതിയുടെ വിഹിതവും പെട്രോൾ സെസ്സും ഗ്യാരണ്ടിയായി നൽകിക്കൊണ്ട് വിപണിയിൽ നിന്ന് പണം സമാഹരിക്കാനുള്ള വഴി തെളിഞ്ഞതോടെ കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിക്കപ്പെട്ടു. കിഫ്ബിയുടെ CEO KM എബ്രഹാം കിഫ്ബിയുടെ പ്രവർത്തനങ്ങളെ വിശദീകരിക്കുന്നത് ന്യൂക്ലിയർ ഫിസിക്സിലെ ക്രിട്ടിക്കൽ മാസ് എന്ന ആശയവുമായാണ്. ഒരു ആറ്റോമിക് റിയാക്ഷൻ സ്വയം നിലനിൽക്കണമെങ്കിൽ അതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ അളവിലുള്ള ഇന്ധനത്തെയാണ് ക്രിട്ടിക്കൽ മാസ് എന്ന് വിളിക്കുന്നത്. വികസനത്തിന്റെ കാര്യത്തിലും ഇതേ തത്വം ബാധകമാണെന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു. ഒരു കോളേജ് കെട്ടിടം നിർമ്മിച്ചത് കൊണ്ട് മാത്രം ഉന്നത വിദ്യാഭ്യാസം വളരുകയില്ല. പകരം ആ കെട്ടിടത്തിനൊപ്പം ലാബുകൾ, ലൈബ്രറികൾ, മികച്ച അധ്യാപകർ, സാങ്കേതിക വിദ്യ എന്നിവയെല്ലാം ഒരുമിച്ച് ഒരു പ്രത്യേക നിലവാരത്തിലേക്ക്, അതായത് ക്രിട്ടിക്കൽ ലെവലിലേക്ക് എത്തുമ്പോൾ മാത്രമേ വിദ്യാഭ്യാസ രംഗത്ത് യഥാർത്ഥ മാറ്റം സംഭവിക്കൂ. ഈ ഊർജം വികസന പദ്ധതികൾക്ക് പകർന്നു നൽകുകയാണ് കിഫ്ബി ചെയ്യുന്നത്. പദ്ധതികൾ പാതി വഴിയിൽ നിലച്ചു പോകുന്ന പഴയ രീതിക്ക് പകരം അവ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ ആവശ്യമായ സാമ്പത്തിക സ്രോതസ് ഉറപ്പാക്കുന്നു എന്നതാണ് കിഫ്ബിയുടെ വിജയം. നവകേരളം എന്ന ആശയത്തിന്റെ നട്ടെല്ലായി കിഫ്ബി മാറുന്നത് ഈ രീതിയിലാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു നിശ്ചിത നിലവാരത്തിലേക്ക് ഉയർന്നാൽ മാത്രമേ സ്വകാര്യ നിക്ഷേപകരും സംരംഭകരും ഇങ്ങോട്ട് ആകർഷിക്കപ്പെടുകയുള്ളൂ. ആ ഒരു അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിക്കുക എന്നതാണ് കിഫ്ബി ലക്ഷ്യമിടുന്നത്. ഈ ലക്ഷ്യം പൂർണ്ണമായും കൈവരിച്ചെന്ന് അവകാശപ്പെടാനാവില്ലെങ്കിലും ആ പാതയിൽ വലിയ ദൂരം പിന്നിടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കിഫ്ബിയെ മറ്റ് സർക്കാർ വകുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ പ്രവർത്തന ശൈലിയാണ്. ഒരു പ്രോജക്റ്റ് കിഫ്ബി ഏറ്റെടുക്കുകയാണെങ്കിൽ അത് കടുത്ത സാങ്കേതിക സാമ്പത്തിക പരിശോധനകൾക്ക് വിധേയമാകണം. പദ്ധതിയുടെ രൂപരേഖ മുതൽ ടെൻഡർ നടപടികൾ വരെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു. ഫണ്ട് വിനിയോഗത്തിൽ പൂർണ്ണമായ സുതാര്യത ഉറപ്പാക്കാൻ അത്യാധുനിക സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓരോ രൂപയും എവിടെ ചെലവാകുന്നു എന്ന് കൃത്യമായി നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. കിഫ്ബിയുടെ വായ്പകളും തിരിച്ചടവുകളും സംബന്ധിച്ച് രാഷ്ട്രീയമായി പല വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും കിഫ്ബി നടപ്പാക്കിയ പദ്ധതികളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് ആർക്കും തർക്കമില്ല. ഗുണനിലവാരം ഉറപ്പാക്കാൻ കിഫ്ബിക്ക് സ്വന്തമായി ഒരു ഇൻസ്പെക്ഷൻ വിഭാഗവുമുണ്ട്. അവർ നൽകുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പദ്ധതികൾക്ക് പണം അനുവദിക്കുന്നത്. ഏകദേശം 80,000 കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്കാണ് കിഫ്ബി ഇതിനോടകം അനുമതി നൽകിയിട്ടുള്ളത്. 1.5 ലക്ഷം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി വഴി ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും ഓരോ ഘട്ടങ്ങളിലായാണ് ഇതിൻ്റെ നിർവഹണം നടക്കുന്നത്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മുതൽ ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ച കൊച്ചി ക്യാൻസർ സെന്റർ വരെ നീളുന്നതാണ് കിഫ്ബിയുടെ സംഭാവനകൾ. ആരോഗ്യമേഖലയിൽ വലിയൊരു മാറ്റമാണ് കിഫ്ബി കൊണ്ടുവന്നത്. എല്ലാ ജില്ലാ ആശുപത്രികളിലും അത്യാധുനിക ഉപകരണങ്ങളും കെട്ടിടങ്ങളും ഒരുക്കാൻ കിഫ്ബി വഴി സാധിച്ചു. വിദ്യാഭ്യാസ മേഖലയിലാകട്ടെ സർക്കാർ വിദ്യാലയങ്ങളെ ഹൈടെക് ആക്കി മാറ്റുന്നതിൽ കിഫ്ബി നൽകിയ പിന്തുണ സമാനതകളില്ലാത്തതാണ്. ട്രാൻസ്ഗ്രിഡ് പദ്ധതിയിലൂടെ കേരളത്തിന്റെ വൈദ്യുത പ്രസരണ മേഖലയെ നവീകരിച്ചു.
ഇത് ഭാവിയിൽ വ്യവസായങ്ങൾ തുടങ്ങുന്നവർക്ക് തടസ്സമില്ലാത്ത വൈദ്യുതി ഉറപ്പാക്കാൻ സഹായിക്കും. കൂടാതെ മലയോര മേഖലയുടെ വികസനത്തിന് വഴിയൊരുക്കുന്ന മലയോര ഹൈവേയും തീരദേശത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന തീരദേശ ഹൈവേയും കിഫ്ബിയുടെ അഭിമാന പദ്ധതികളാണ്. കിഫ്ബിക്കെതിരെ ഉയരുന്ന പ്രധാന വിമർശനം ഇത് സംസ്ഥാനത്തെ കടക്കെണിയിലാക്കും എന്നതാണ്. ബജറ്റിന് പുറത്തുള്ള വായ്പകൾ സംസ്ഥാനത്തിന്റെ ആകെക്കടമായി കേന്ദ്ര സർക്കാർ കണക്കാക്കുന്നതും കിഫ്ബിക്ക് വെല്ലുവിളിയാകുന്നു. എന്നാൽ വികസനത്തിന് ആവശ്യമായ പണം കണ്ടെത്താൻ മറ്റു വഴികളില്ലാത്ത സാഹചര്യത്തിൽ ഇത്തരമൊരു മാതൃക അനിവാര്യമാണെന്നാണ് സർക്കാരിന്റെ വാദം. വികസനം ഉണ്ടാകുമ്പോൾ മാത്രമേ ഭാവിയിൽ വരുമാനം വർദ്ധിക്കുകയുള്ളൂ എന്ന സാമ്പത്തിക ശാസ്ത്ര തത്വത്തിലാണ് കിഫ്ബി നിലകൊള്ളുന്നത്. കടം വാങ്ങി അത് അനുഭാവപൂർവ്വം വിനിയോഗിച്ച് നാടിന്റെ ആസ്തികൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് ബാധ്യതയല്ല, മറിച്ച് നിക്ഷേപമാണ്. കിഫ്ബി നിർമ്മിക്കുന്ന ഓരോ റോഡും ഓരോ പാലവും വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള നിക്ഷേപങ്ങളാണ്. വികസനമില്ലാതെ നിശ്ചലമായി നിൽക്കുന്നതിനേക്കാൾ നല്ലത് ആസൂത്രിതമായി വിഭവങ്ങൾ സമാഹരിച്ച് മുന്നേറുന്നതാണ് എന്ന കേരളത്തിന്റെ നിലപാടാണ് കിഫ്ബിയിലൂടെ പ്രതിഫലിക്കുന്നത്. കിഫ്ബി 25 വർഷം പൂർത്തിയാക്കി കഴിയുമ്പോൾ കേരളം ഒരു പുതിയ വികസന സംസ്കാരത്തിലേക്കാണ് കാലൂന്നിയിരിക്കുന്നത്. നവകേരളം എന്നത് ഒരു മുദ്രാവാക്യമല്ല, മറിച്ച് ദീർഘവീക്ഷണത്തോടെയുള്ള പ്ലാനിങ്ങിലൂടെ കൈവരിക്കേണ്ട ഒരു ലക്ഷ്യമാണെന്ന് കിഫ്ബി തെളിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനം നേരിടാൻ പാകത്തിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, IT പാർക്കുകളുടെ വിപുലീകരണം, ജലഗതാഗത മേഖലയിലെ മാറ്റങ്ങൾ എന്നിവയെല്ലാം കിഫ്ബിയുടെ ഭാവി പദ്ധതികളിൽ ഉൾപ്പെടുന്നു. കേരളത്തിന്റെ പൊതുവായ അടിസ്ഥാന സൗകര്യങ്ങൾ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് കിഫ്ബിക്ക് മുന്നിലുള്ളത്. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം കേരളത്തിന്റെ വളർച്ചയ്ക്ക് കിഫ്ബി എന്ന സംവിധാനം നൽകിയ ഊർജം ചെറുതല്ല. വിഭവങ്ങൾ പരിമിതമായ ഒരു സംസ്ഥാനത്തിന് എങ്ങനെ വലിയ സ്വപ്നങ്ങൾ കാണാനാകുമെന്നും അവ യാഥാർത്ഥ്യമാക്കാനാകുമെന്നും കിഫ്ബി ഭാരതത്തിന് തന്നെ മാതൃകയായി കാണിച്ചു തരുന്നു. ഈ കാൽനൂറ്റാണ്ടിന്റെ യാത്ര അവസാനമല്ല, മറിച്ച് നവകേരളം എന്ന സ്വപ്നത്തിലേക്കുള്ള തുടർച്ചയായ പ്രയാണത്തിന്റെ കരുത്തുറ്റ പാതയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.